Hello students, welcome back to Bosco Campus Vision. In the previous session we discussed about joint ventures and multinational corporations. So now we are moving on to the next type of business entity, that is cooperative societies. So in this session we will look into the basic meaning, features, advantages and disadvantages of cooperative societies. So according to the Indian Cooperative Societies Act of 1912, cooperative organizations is defined as a society which has its objectives for the promotion of economic interest of its members in accordance with cooperative principles. So Indian Cooperative Society Act 1912-നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് cooperative organizations is defined as a society which has its objectives for the promotion of economic interest of its members in accordance with cooperative principles. So actually cooperative society എന്ന് പറയുന്നത് it's a business organization formed, owned and operated by a group of individuals that produces and distributed goods and services for their mutual benefit. സോ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ചേർന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അത് ഫോം ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും ഈ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. സോ ആ മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യാറുണ്ട്. സോ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ചേർന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന, ഫോം ചെയ്യുന്ന, ഓൺ ചെയ്യുന്ന, ഓപ്പറേറ്റ് ചെയ്തു പോകുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ്. സോ എല്ലാ മെമ്പേഴ്സിൻ്റെയും മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടി ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക, ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, സർവീസ് പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെയാണ് ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സോ ഡെഫിനിഷനെ ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1912-ൻ്റെ അണ്ടറിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് പ്രിൻസിപ്പിൾസ് കാണും. സോ ആ പ്രിൻസിപ്പിൾസ് എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ആ സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ നല്ലതിന് വേണ്ടി കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതാണ് ദ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1912 പറയുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. It is a duly registered association of persons voluntarily united together to attain a lawful common social or economic goal. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അല്ലെ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ചേർന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ്. ഇവർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഒരു ലോഫുൾ ആയിട്ടുള്ള കോമൺ സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പിന്നിലും ഒരു മെയിൻ ഒബ്ജക്റ്റീവ് കാണും. സോ അത്തരത്തിൽ ഉള്ള ഒബ്ജക്റ്റീവ്സ് അത് കോമൺ സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക്കലാവാം. സോ ഇത്തരത്തിലുള്ള ഒബ്ജക്ട്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഡ്യൂലി രജിസ്റ്റർ ചെയ്ത് തുടങ്ങുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. And some of the major objectives of a cooperative society are: the first one is to offer goods and services and other ബേസിക് റിക്വയർമെൻറ്റ്സ് ടു ദ മെമ്പേഴ്സ്. സോ ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിന് ഗുഡ്സും സർവീസസും ഓഫർ ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ ഡെയിലി റിക്വയർമെൻറ്റ്സിന് വേണ്ടുന്ന ബേസിക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടു ഓഫർ വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ടു പ്രൊവൈഡ് അതർ ബേസിക് റിക്വയർമെൻറ്റ്സ് ടു ദ മെമ്പേഴ്സ്. സെക്കൻഡ് വൺ ഇസ് ടു പ്രൊമോട്ട് സേവിങ്സ് എമംഗ് ദ മെമ്പേഴ്സ്. സോ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് മെയിനായിട്ടും കാണുന്നത് റൂറൽ ഏരിയാസിലാണ് അല്ലെങ്കിൽ കുറച്ച് ബാക്ക്വേർഡ് ഏരിയാസിലാണ്. സോ അവിടെ ഭൂരിഭാഗം പേർക്കും ബാങ്ക് അക്കൗണ്ട് ഒന്നും ഉണ്ടാകണമെന്നില്ല. സോ അവിടുത്തെ ആ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിൻ്റെ ഇടയിൽ സേവിങ്സ് പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ടു ഇംപ്രൂവ് ദ എക്കണോമിക്, സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ കണ്ടീഷൻ ഓഫ് ദ മെമ്പേഴ്സ്. സോ മെമ്പേഴ്സിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എല്ലാം ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക, എല്ലാത്തിലും ഒരു ടോട്ടൽ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുക. സാമൂഹികവും വിദ്യാഭ്യാസപരമായ എല്ലാ കാര്യങ്ങളിലും ഒരു ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക, ഇതാണ് നെക്സ്റ്റ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ടു ക്രിയേറ്റ് എ കോമൺ പൂൾ ഓഫ് മണി ആൻഡ് ലെൻഡ് ക്രെഡിറ്റ് ടു ദ മെമ്പേഴ്സ് ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസസ്. സോ ചെറിയ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് പ്രവർത്തിക്കുക, അതായത് കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റായിട്ട് പണം സ്വീകരിച്ചതിന് ശേഷം അത് ആവശ്യമുള്ളവർക്ക് കടമായിട്ട് നൽകി അവർക്കത് പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യുന്നത് വഴി കൺട്രിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിനും കൂടിയാണ് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രവർത്തിക്കുന്നത്. സോ ദീസ് ആർ ദ മെയിൻ ഓർ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി.
Next we will look into some of the major advantages and disadvantages of cooperative societies. The first major advantage is easy formation. സോ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺസിന് ഡ്യൂലി രജിസ്റ്റർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ്. കമ്പനി ചെയ്യുന്ന പോലെ ഇൻകോർപ്പറേഷൻ്റെ അങ്ങനെ വലിയ ലീഗൽ ഫോർമാലിറ്റീസിൻ്റെ ഒന്നും ആവശ്യമില്ല. ആർക്കും ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് ചേർന്ന് ഗ്രൂപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ്. Next is limited liability. Like company form of ownership, the liability of members is limited to the extent of their capital in the cooperative societies. സോ ലയബിലിറ്റിയുടെ കേസ് എന്ന് പറയുന്നത് കമ്പനി പോലെയാണ്. എല്ലാ മെമ്പേഴ്സിൻ്റെയും ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അവർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിൻ്റെ ബേസിസിലാണ് അവരുടെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. സോ അവരുടെ ആ ക്യാപിറ്റൽ എമൗണ്ടിന് വരുന്ന ലയബിലിറ്റീസ് മാത്രം അവർ മീറ്റ് ചെയ്താൽ മതിയാവും. Next is continuity. A cooperative society has a separate legal entity, hence the death, insolvency, retirement, etc. of the members do not affect the perpetual existence of a cooperative society. സോ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി പോലെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും അതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് അവർ ഫോം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു മെമ്പറിൻ്റെ ഡെത്തോ ഇൻസോൾവൻസിയോ റിട്ടയർമെൻറ്റോ ഒന്നും ആ ഒരു ഓർഗനൈസേഷനെ ബാധിക്കില്ല. അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. നെക്സ്റ്റ് ഇസ് ഓപ്പൺ മെമ്പർഷിപ്പ്. ദ മെമ്പർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഓപ്പൺ ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, കളർ, ക്രീഡ് ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ്. ദർ ഇസ് നോ ലിമിറ്റ് ഓൺ മാക്സിമം മെമ്പേഴ്സ്. സോ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും അതിൻ്റെ ഒരു മെമ്പറായി മാറാവുന്നതാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ കാസ്റ്റ്, കളർ, ക്രീഡ് ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ്. മെമ്പർഷിപ്പിൻ്റെ കേസസിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഒരു ലിമിറ്റേഷനും ഇല്ല. ആ ഒരു സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും അതിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. സോ അതുതന്നെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഹൈലൈറ്റിംഗ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് അഡ്വാൻറ്റേജ് ഇസ് ഡെമോക്രസി. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് റൺ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് വൺ മാൻ വൺ വോട്ട്. It implies that all members have equal rights in managing the affairs of the enterprise. Members with money power cannot dominate the management by buying major shares. സോ വൺ മാൻ വൺ വോട്ട് എന്നൊരു കൺസെപ്റ്റിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വർക്ക് ചെയ്യുന്നത്. അതായത് ആ ഒരു സൊസൈറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ റൈറ്റ്സും ഈക്വൽ റെസ്പോൺസിബിലിറ്റീസും ആണ്. പൈസ കൂടുതലുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഷെയർ കൂടുതൽ വാങ്ങിയത് കൊണ്ടോ അവിടെ ആരും ഒരു മെമ്പറേക്കാളും വലുതാവുന്നില്ല. എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള റൈറ്റും ഈക്വൽ ആയിട്ടുള്ള അവകാശങ്ങളുമാണ്. So democracy always exists in case of cooperative societies. Next we will look into some of the main disadvantages or limitations of cooperative societies. First one is limited capital. Most of the cooperative societies suffer from lack of capital since the members of the society come from a limited area or class and usually have limited means. It is not possible to collect huge capital from them. സോ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. കാരണം ഈ മെമ്പേഴ്സ് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ മാത്രമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് യൂസ് ചെയ്യാൻ സാധിക്കുക. സോ അതുകൊണ്ട് തന്നെ കുറവ് മെമ്പേഴ്സ് ആണെങ്കിൽ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സംബന്ധിച്ച് അവരുടെ ക്യാപിറ്റലും വളരെ ലിമിറ്റഡ് ആവും. അത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. നെക്സ്റ്റ് ഇസ് ലാക്ക് ഓഫ് മാനേജീരിയൽ എക്സ്പെർട്ടൈസ്. സോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് അവിടെയുള്ള ആൾക്കാർ തന്നെയായിരിക്കും അതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മാനേജീരിയലായിട്ട് വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരൊന്നും ആവണമെന്നില്ല. ഈ ഫണ്ട് കുറവായത് കൊണ്ട് തന്നെ, അതായത് ക്യാപിറ്റലൊക്കെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ നിയമിക്കാനുമുള്ള ഫണ്ട് കിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ there will be lack of managerial expertise. നെക്സ്റ്റ് ഇസ് ലാക്ക് ഓഫ് സീക്രസി. സോ നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞൊരു കാര്യം ഓപ്പൺ മെമ്പർഷിപ്പാണ്. ആർക്ക് വേണമെങ്കിലും, അതായത് ഈ സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. പക്ഷേ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നതാണ്. പക്ഷേ ഇങ്ങനൊരു ഓപ്പൺ മെമ്പർഷിപ്പ് ഫെസിലിറ്റി വരുമ്പോൾ നമുക്ക് ഈ ഒരു സീക്രസി മെയിൻ്റെനൻസ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ലാക്ക് ഓഫ് സീക്രസി തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കോൺഫ്ലിക്റ്റ് എമംഗ് മെമ്പേഴ്സ്. സോ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷനാണ്. സോ എല്ലാവരുടെയും ഒരുപോലെയുള്ള മ്യൂച്വൽ കൺസെൻറ്റിൽ മാത്രമേ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നന്നായിട്ട് റൺ ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇൻ കേസ് അവർ നല്ല രീതിയിലല്ല പൊരുത്തപ്പെട്ട് പോകുന്നതെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഫ്യൂച്ചർ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
And the last one is lack of motivation. Members lack motivation to put in their wholehearted efforts for the success of the enterprise. It is because there is very little link between effort and reward. സോ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സും ഹോൾ ഹാർട്ടഡ്ലി വർക്ക് ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല. ചിലവരൊക്കെ പേരിന് മാത്രമായിരിക്കും മെമ്പേഴ്സ് എന്ന് പറയുന്നത്, അല്ലാതെ അതിൻ്റെ ഒരു വലിയ സക്സസ്സിന് വേണ്ടിയിട്ടൊന്നും ആരും പ്രവർത്തിക്കാറില്ല. ബിക്കോസ് അവർ ആ എഫേർട്ട് എടുക്കുന്നതിനുള്ള റിവാർഡ് അവർക്ക് ലഭിക്കാറില്ല. എല്ലാം കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാം എല്ലാവരും ഈക്വലി ആണ് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഒരാൾ കൂടുതൽ എഫേർട്ട് എടുത്തതുകൊണ്ട് അയാൾക്ക് കൂടുതൽ റിവാർഡ് കൊടുക്കുന്ന അങ്ങനെയൊന്നും കോപ്പറേറ്റീവ് സൊസൈറ്റിയിലില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു മോട്ടിവേഷൻ ഒന്നും ലഭിക്കുന്നില്ല. സോ അതുകൊണ്ട് അവർ കൂടുതൽ എഫേർട്ടൊന്നും കൊടുക്കാറില്ല വർക്കിന്. അവരെ കൊണ്ട് പറ്റുന്ന വർക്ക് മാത്രമാണ് ചെയ്ത് പോകുന്നത്. So lack of motivation is another major disadvantage of cooperative societies. So these are the main advantages and disadvantages of cooperative societies. So in this session we discussed about the basic meaning, definition, objectives, advantages and disadvantages of cooperative societies. Hope all are clear with the topic. Thank you.